ഇന്ന് ഇഡിയത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഇന്നുകൂടി പറഞ്ഞ് നമ്മളൊരു 130 ഇഡിയംസ് ഇന്നും കൂടി ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ 130 ഇഡിയംസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഇഡിയംസ് ആണ്. അപ്പോൾ ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കേണ്ട ഇഡിയംസ് ആണ്. അപ്പോൾ നോക്കിയേ, ഇന്ന് 106ാമത്തെ ഇഡിയംസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യത്തെ ഇഡിയമാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ഇഡിയം ഓൺ ദി കാർഡ്സ് എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചർ പ്ലാൻസിനെയാണ് ഓൺ ദി കാർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഓൺ ദി കാർഡ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ കാർഡ്സ് കളിക്കാനായിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ കളിച്ചിട്ട് വീണ്ടും ഫ്യൂച്ചറിലേക്ക് കളിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും നല്ല പ്ലാൻസുകൾ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നു, അതിനെ നമുക്ക് ഓൺ ദി കാർഡ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള ഇഡിയം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, കീപ്പ് ആൻ ഐ എന്നുള്ളതാണ്. അപ്പോൾ കീപ്പ് ആൻ ഐ എന്ന് വെച്ചാൽ എന്താണ്? വാച്ച് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ പറയത്തില്ലേ, അവൻ്റെ മേലൊരു കണ്ണ് വേണം എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് കീപ്പ് ആൻ ഐ. അതായത് ഒരു കണ്ണ് വേണം. അതായത് ഒരു കണ്ണ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവൻ്റെ മേലൊരു കണ്ണ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വാച്ച് ചെയ്യൂ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് വാച്ച് ചെയ്യൂ എന്നുള്ളതാണ്, വീക്ഷിക്കുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് കീപ്പ് ആൻ ഐ എന്ന് പറയുന്ന ഇഡിയം. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ടു ഗെറ്റ് എ വിൻഡ് ഫാൾ എന്നുള്ളതാണ്. അതായത് അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ എന്ന് പറയുന്നത്, അതായത് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കൈവന്ന ഒരു ഭാഗ്യമാണ്. അതായത് ടു ഗെറ്റ് എ വിൻഫാൾ, അതായത് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വന്ന് ചാടുകയാണ്, അതായത് അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് വന്ന് ചാടുന്ന ഒരു ഭാഗ്യം, അതായത് ഒരു ഫോർച്യൂൺ. ആ ഫോർച്യൂണിനെ പറ്റി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ടു ഗെറ്റ് എ വിൻഫാൾ എന്നുള്ള ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്നുള്ളതാണ്. ഹാൻഡ് ആൻഡ് ഗ്ലൗ അതിൻ്റെ മീനിങ് എന്താണ്? വെരി ഫ്രണ്ട്ലി, അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ സൗമ്യമായിട്ടുള്ള ഒരു അപ്രോച്ചിനെ പറ്റി പറയുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ സൗമ്യമായിട്ടുള്ള ഒരു അപ്രോച്ച്, ആ ഒരു അപ്രോച്ചിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാം. ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമ്മൾ കയ്യിലാണ് എന്ത് ധരിക്കുന്നത്? ഗ്ലൗ ധരിക്കുന്നത്. അപ്പോൾ ഗ്ലൗസ് നമ്മൾ കയ്യിൽ ധരിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് കൈയുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്ന് നിൽക്കും, അല്ലേ? വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൈയുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കും. അങ്ങനെ ഗ്ലൗ കൈയുമായിട്ട് ഇഴുകി ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഗ്ലൗ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഹാൻഡും ഗ്ലൗവും തമ്മിൽ പരസ്പരം ഇഴുകി ചേർന്ന് നിൽക്കുകയാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയാണ്, വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? വെരി ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഇഡിയമാണ്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ബി ഇൻ ദി റെഡ് എന്നുള്ളതാണ്. ബി ഇൻ ദി റെഡ് എന്നുള്ളതാണ്. ആ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? മേക്കിംഗ് എ ഫിനാൻഷ്യൽ ലോസ്, അതായത് ഒരു ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ടൊരു നഷ്ടമുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ എല്ലാം എന്നുവെച്ചാൽ നശിച്ചിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ സാമ്പത്തികമായിട്ടുള്ളൊരു നാശം ഉണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആ സിറ്റുവേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബി ഇൻ ദി റെഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ റിലേറ്റ് ചെയ്യാം? സാധാരണഗതിയിൽ റെഡ് സിമ്പൽ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയാനകമായിട്ടുള്ള ഒരു പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ റെഡ് സിമ്പൽ യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് വരിക മീൻസ് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റോസ് വരുമ്പോൾ ഈ റെഡ് സിമ്പൽ വെച്ച് നമുക്കതിനെ റിലേറ്റ് ചെയ്യാം. എന്തായാലും ഒരു നല്ല കാര്യം നടക്കുമ്പോഴല്ലല്ലോ നമ്മൾ റെഡ് സിമ്പൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെഡ് കുറച്ചുകൂടി ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ റെഡ് സിമ്പൽ ഉപയോഗിക്കുന്നത്. ആ ക്രൈസിസ് എന്താണ് ഇവിടെ? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ആണ് എന്നിവിടെ ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ബി ഇൻ ദി റെഡ് എന്ന് പറയുമ്പോൾ മേക്കിംഗ് എ ഫിനാൻഷ്യൽ ലോസ്, ഒരു ഫിനാൻഷ്യലായിട്ടൊരു നഷ്ടം സംഭവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, അടുത്തത് സ്പിൽ ദി ബിയേഴ്സ് എന്നുള്ളതാണ്. ഈ ഇഡിയം നമ്മൾ വേറൊരു രീതിയിലും പഠിച്ചിട്ടുള്ളതാണ്, മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടു ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്, അതായത് ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയുന്ന ഇഡിയം നമ്മളൊരു കഥ ഒക്കെ വെച്ച് പഠിച്ചൊരു ഇഡിയമാണ്. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിവീൽ എ ട്രൂത്ത് ഓർ സീക്രട്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഇഡിയത്തിൻ്റെയും മീനിങ്. സ്പിൽ ദി ബിയേഴ്സ് എന്ന് പറഞ്ഞാലും ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് ഇഡിയത്തിൻ്റെയും മീനിങ് സെയിം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ മീനിങ്? ടു റിവീൽ എ ട്രൂത്ത് ഓർ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കള്ളി വെളിച്ചത്താകുക, അതായത് അപ്രതീക്ഷിതമായിട്ടൊരു കള്ള
കള്ളം പുറത്ത് വരിക, അല്ലെങ്കിൽ ഒരു രഹസ്യം പുറത്ത് വരിക. അത് തന്നെയല്ലായിരുന്നോ നമ്മൾ പറഞ്ഞത് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞപ്പോൾ? അതേ അർത്ഥം വരുന്ന ഒരു ഇഡിയം തന്നെയാണ് സ്പിൽ ദി ബിയേഴ്സ് എന്ന് പറയുന്ന ഇഡിയം. സ്പിൽ ദി ബിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിവീൽ എ ട്രൂത്ത് ഓർ സീക്രട്ട്, ഒരു കള്ളം വെളിയിലാകുന്നു, അല്ലെങ്കിൽ ഒരു രഹസ്യം അറിയാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരു രഹസ്യം പുറത്തേക്ക് വരുന്നു എന്നൊക്കെ ഉള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ 2 ഇഡിയംസും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയമാണ്. മിൽക്ക് ആൻഡ് വാട്ടർ, അതായത് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? വീക്ക് എന്നുള്ളതാണ്. മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് വീക്കാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഫീബിൾ ആണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തുപയോഗിക്കാം? മിൽക്ക് ആൻഡ് വാട്ടർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? ലാക്കിംഗ് ദി വിൽ ഓർ എബിലിറ്റി, അതായത് ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവില്ലായ്മ, അല്ലെങ്കിൽ അവിടെ ഒരു ഉണ്ടാകുന്ന നിസ്സഹായ അവസ്ഥ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ഒരു അൺവില്ലിങ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പറയുന്ന വില്ലിങ്നെസ്സിന്, അല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മയെ പറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ നോക്കി നമ്മൾ മിൽക്ക് എടുക്കുകയാണ്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള മിൽക്ക് വരുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ളതാണ്, കുറച്ചുകൂടി ഹെൽത്തിയാണ്, പോഷകാംശങ്ങളൊക്കെ ഉള്ളതാണ് സാധാരണ മിൽക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന പശുവിൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുക്കുന്ന മിൽക്ക് എന്ന് പറയുന്നത്, ഡയറക്റ്റായിട്ട് എടുക്കുന്ന പ്യുവർ മിൽക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ മിൽക്ക് നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യും, നമുക്കൊരു കാര്യം നന്നായിട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും, നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കും. പക്ഷേ നമ്മൾ അതിലേക്ക് വാട്ടർ കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വാട്ടർ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, അല്ലേ? അത് കുറച്ചുകൂടി നേർത്തതായിട്ട് മാറും. അപ്പോൾ അത് കുറച്ചുകൂടി അതിൻ്റെ ശക്തി കുറയും. അപ്പം നമ്മൾ ആ മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ, അതായത് മിൽക്കിൻ്റെ കൂടെ പാലും വെള്ളവും കൂടി ചേർത്ത ആ പാല് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശക്തി കിട്ടത്തില്ല, അല്ലേ? അപ്പോൾ നമ്മൾ വീക്കായിട്ട് മാറും. സാധാരണ മിൽക്ക് കുടിച്ചാൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കും, പക്ഷേ വാട്ടർ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വീക്കാവും, നമുക്ക് പോഷകാംശങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ ഉണ്ടാകും, അതായത് ലാക്കിംഗ് ദി വിൽ ഓർ എബിലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്ന് നമ്മൾ റിലേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതായത് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് വീക്ക് ഓർ ഫീബിൾ, ലാക്കിംഗ് ദി വിൽ ഓർ എബിലിറ്റി എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റോറി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. 113ാമത്തെ ഇഡിയമാണ് ഗെറ്റ് ദി സാക്ക് എന്നുള്ളത്. അതായത് ഡിസ്മിസ്ഡ് ഫ്രം എന്നുള്ളതാണ്. അതായത് ചാക്കെടുക്കുക എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരാളിപ്പോൾ ചാക്ക് കൊടുത്തുകൊണ്ട് പോവുകയാണ്, അയാൾ അവിടുന്ന് ഡിസ്മിസ്ഡ് ആയിട്ട് പോവുകയാണ്, ഇനി എന്നേക്കുമായിട്ട് അയാൾ അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു വിടുവാണ് എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്യാം. ഗെറ്റ് ദി സാക്ക് എന്ന് പറയുന്നത് ഡിസ്മിസ്ഡ് ഫ്രം, എവിടുന്നെങ്കിലും നമ്മൾ ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു വിടുന്നതിനാണ് ഗെറ്റ് ദി സാക്ക്, നീ നിൻ്റെ ചാക്ക് കൊടുത്തുകൊണ്ട് പോ എന്ന് പറയുന്ന പോലെ. ഇനി അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഹിറ്റ് ദി സാക്ക് എന്നുള്ളത്. നേരത്തെ ഗെറ്റ് ദി സാക്ക് ആയിരുന്നു, ഇത് ഹിറ്റ് ദി സാക്ക് എന്നുള്ളത്. അതായത് സ്ലീപ്പ് എന്ന് പറയുന്നതാണ്, ഉറങ്ങുക, അല്ലെങ്കിൽ ഗോ ടു ബെഡ്, നീ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങുക, അതായത് ഗുഡ് നൈറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഉപയോഗിക്കുന്നതാണ് ഗെറ്റ് ദി സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗോ ടു ബെഡ്, അല്ലെങ്കിൽ സ്ലീപ്പ്, ഉറങ്ങൂ, അല്ലെങ്കിൽ നീ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ബെഡിൽ പോകുന്നത് എന്തിനാണ്? ഉറങ്ങാനാണ്. അപ്പോൾ ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നതാണ് ഹിറ്റ് ദി സാക്ക് എന്ന് പറയുന്നത്. അതായത് ഹിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചാക്കിലടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ചാക്കിലടിക്കൂ എന്ന് പറയുന്നത് സ്ലീപ്പ്, അല്ലെങ്കിൽ ഗോ ടു ബെഡ്. മലയാളത്തിലാണ് ചുമ്മാ നമ്മളിങ്ങനെ ചാക്കിലടിക്കുക എന്ന് തർജ്ജമ ചെയ്തതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഹിറ്റ് ദി സാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ്, അല്ലെങ്കിൽ ഗോ ടു ബെഡ്, ഉറങ്ങാൻ പോകുന്നതിനെയാണ് ഹിറ്റ് ദി സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റിന് പകരമൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേണമെങ്കിൽ ഹിറ്റ് ദി സാക്ക് എന്ന് പറഞ്ഞ് പറയാനായിട്ട്, ആ ഇഡിയം കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത നോക്കിയേ, ഫാർ ആൻഡ് വൈഡ് എന്നുള്ളതാണ്. ഫാർ ആൻഡ് വൈഡ് എന്ന് വെച്ചാൽ എന്താണ്? എവ്രിവെയർ എന്നുള്ളതാണ്. അതായത് ഓവർ എ ലാർജ് ഏരിയ, അതായത് എല്ലായിടത്തും കാണും, അടുത്തും കാണും, ദൂരത്തും കാണും, എല്ലായിടത്തും കാണും എന്നുള്ളതാണ് ഫാർ ആൻഡ് വൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവ്രിവെയർ, എല്ലായിടത്തും കാണും, അതായത് ഓവർ എ ലാർജ് ഏരിയ, ഒരുപാട് ഏരിയയിൽ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫാർ ആൻഡ് വൈഡ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ഇഡിയം നോക്കിയേ, ഗ്രേ മാറ്റർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഗ്രേ മാറ്റർ എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് എന്നതാണ് ഗ്രേ മാറ്ററിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ്റലിജൻസ്, അതായത് സാധാരണഗതിയിൽ ഈ ഇഡിയം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ഒരു ഗ്രേ മാറ്റർ, അതായത് ഗ്രേ കളറിലാണ് നമ്മുടെ ബ്രെയിനൊക്കെ കാണപ്പെടുന്നത്. അതായത് ബ്രെയിനൊക്കെ, നമ്മുടെ ബ്രെയിനിൻ്റെ സെക്ഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കളറ് ഈ പറയുന്നൊരു ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് വൈറ്റ് കളറിലോ അങ്ങനെയൊന്നുമല്ല കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഗ്രേ കളറാണ്.
അപ്പോൾ ഗ്രേ മാറ്ററാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ആക്ച്വലി ബ്രെയിൻ വഴിയാണ് നമ്മുടെ ഇൻ്റലിജൻസ് പോസിബിൾ ആകുന്നത്. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്യാം. ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ഇഡിയം നോക്കിയാൽ, അടുത്ത ഇഡിയം എന്ന് പറയുന്നത് കട്ട് ദി മസ്റ്റാർഡ് എന്നുള്ളതാണ്. കട്ട് ദി മസ്റ്റാർഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ടു പെർഫോം വെൽ, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നമുക്ക് കട്ട് ദി മസ്റ്റാർഡ്, ഹിസ് പെർഫോമൻസ് ഈസ് ദി ഹീസ് ലൈക്ക് എ കസ് മസ്റ്റാർഡ്, അതായത് ഹീ പെർഫോംസ് വെൽ എന്ന് പറയുന്നതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കട്ട് ദി മസ്റ്റാർഡ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? യഥാർത്ഥത്തിൽ കട്ട് ദി മസ്റ്റാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് മലയാളം എന്താണ്? മസ്റ്റാർഡ് എന്ന് വെച്ചാൽ കടുക്. കട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം കടുകെന്ന് പറയുന്നത് അത്രയും ചെറിയൊരു വസ്തുവാണ് അല്ലേ? അപ്പോൾ ആ കടുകിനെ നമ്മൾ കടുകിനെ കട്ട് ചെയ്യാൻ പോലും നമുക്ക് നേരെ ചൊവ്വേ പറ്റത്തില്ല. പക്ഷേ ഈ കടുകിനെ കട്ട് ചെയ്യുക മീൻസ് അത്രയും എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്ത് നമ്മളത് സക്സസ്ഫുൾ ആയിട്ട് മാറുമ്പോഴാണ് ഈ കടുക് കട്ട് ചെയ്ത് മാറുന്നത്. അപ്പോൾ കടുകിനെ കട്ട് ചെയ്യുക മീൻസ് ഒരാൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ ഈ കടുകിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ കടുക് കട്ട് ചെയ്യുന്നത് അതായത് ഒരു പെർഫോമൻസ് ആണെന്നും ആ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ കടുകിനെ കട്ട് ചെയ്ത് നമുക്ക് പീസാക്കി മാറ്റാൻ പറ്റുള്ളൂ എന്നും ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് കട്ട് ദി മസ്റ്റാർഡ്, അതായത് കടുകിനെ കട്ട് ചെയ്യുക മീൻസ് അത് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സിറ്റുവേഷൻസ് മാത്രമേ ഈ കടുകിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അതാണ് കട്ട് ദി മസ്റ്റാർഡ് ടു പെർഫോം വെൽ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയാൽ, അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ഈറ്റ് എവേ എന്നുള്ളതാണ്. അപ്പോൾ ഈറ്റ് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയ്, നശിപ്പിക്കുക എന്നുള്ളതാണ് ഈറ്റ് എവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈറ്റ് എവേ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രോയ് എന്നാണ് ആ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇഡിയം എന്ന് പറയുന്നത് സ്ലോ കോച്ച് എന്നുള്ളതാണ്. സ്ലോ കോച്ച്. സ്ലോ കോച്ച് എന്ന് വെച്ചാൽ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? വൺ ഹൂ ഈസ് ലേസി, അതായത് വളരെ എന്താണ് ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി, ഒരു ലേസി ആയിട്ട് അലസമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ഈ പറയുന്ന സ്ലോ കോച്ച് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഹീസ് എ സ്ലോ കോച്ച്. അപ്പോൾ അവൻ എന്ന് പറയുന്നത് ഹീസ് ലേസി എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്ലോ കോച്ച് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? ആക്ച്വലി സ്ലോ കോച്ച് എന്ന് പറയുന്നത് കോച്ച്മാരെന്താണ്? ഒരു കാര്യം പരിശീലിപ്പിക്കുന്നവരെയാണ് നമ്മൾ കോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കോച്ച് സ്ലോ ആകുക മീൻസ് എന്താണ്? മൊത്തത്തിൽ ആ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്തായിട്ട് മാറും? ലേസി ആയിട്ട് മാറും. അതായത് മെയിൻ ആയിട്ടുള്ള കോച്ച് തന്നെ സ്ലോ ആയിട്ട് മാറുമ്പോൾ ബാക്കി കൂടെയുള്ളവരെല്ലാവരും എന്താണ്? തളരും അല്ലേ? കൂടെയുള്ളവരെല്ലാവരും എന്താണ്? ലേസി ആയിട്ടൊരു നിസ്സാര മട്ടിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ സ്ലോ കോച്ച് എന്ന് വെച്ചാൽ എന്താണ്? വൺ ഹൂ ഈസ് ലേസി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നമുക്ക് സ്ലോ കോച്ച് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ഇഡിയമാണ് 120ാമത്തെ ഇഡിയമാണ് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്ന ഇഡിയം. അതായത് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ബാഗ് ആൻഡ് ബാഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ബാഗും ബാഗേജും എടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അവിടുത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ പോവുകയാണ് എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അതായത് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി, പൂർണ്ണമായും ചെയ്യുന്ന ഒരു ആശയത്തെപ്പറ്റി പറയുമ്പോൾ ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ഇഡിയമാണ് ടു പിക്ക് ഹോൾസ് എന്നുള്ളത്. അതായത് ടു പിക്ക് ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ക്രിട്ടിസൈസ് സം വൺ, അതായത് ആരെങ്കിലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ടു പിക്ക് ഹോൾസ് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്നുള്ളതാണ്. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ, അതായത് ഇൻ ട്രബിൾ എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലെത്തുന്നു, ക്രൈസിസിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളൊരു ട്രബിളിലെത്തുമ്പോൾ ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ചൂടുവെള്ളത്തിൽ വീഴുക എന്ന് പറയുന്നത് ഒരു ട്രബിൾ വീഴുന്നത് പോലെയല്ലേ, ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത് പോലെയല്ലേ. ഹോട്ട് വാട്ടർ വീഴുമ്പോൾ അത് തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് വെക്കുക. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ട്രബിൾ എന്നുള്ളതാണ് ആ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയം നോക്കിയേ, എ വൈറ്റ് എലിഫൻറ്റ് എന്നുള്ളതാണ്. എ വൈറ്റ് എലിഫൻറ്റ്, അതിൻ്റെ മീനിങ് എന്താണ്? എക്സ്പെൻസീവ് ബട്ട് നോ യൂസ് എന്നുള്ളതാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷേ യാതൊരു വിധത്തിലുള്ള ഉപയോഗവും ഇല്ല. ഭയങ്കര പൈസയാണ്, പക്ഷേ യാതൊരു വിധത്തിലുള്ള ഉപയോഗവും ഇല്ലാത്ത ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ ഈ വൈറ്റ് എലിഫൻറ്റ് എന്നുള്ളത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? ഈ വൈറ്റ് എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ, വൈറ്റ് എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു എലിഫൻറ്റ് ഉണ്ടോ?
ഇല്ല. പക്ഷേ അങ്ങനെ ഒരു എലിഫൻറ്റിനെ നിർമ്മിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ആണ്. നോർമലി ഒരു എലിഫൻറ്റിനെ പോലെയല്ല ഒരു വൈറ്റ് എലിഫൻറ്റ്, ഇപ്പം നമ്മൾ ഐരാവതം എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ ആ വൈറ്റ് എലിഫൻ്റ് എന്ന് പറയുമ്പോൾ അത് അത്രയും എക്സ്പെൻസീവ് ആണ്, അത്രയും കോസ്റ്റ്ലി ആണ്. പക്ഷേ അതിനെക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉപയോഗമുണ്ടോ? ഇല്ല. അതിങ്ങനെ ഇപ്പോൾ ഒരു ഷോ പീസായിട്ടൊക്കെ വയ്ക്കാം എന്നല്ലാതെ അതിനെ കൊണ്ട് ഉപയോഗമില്ല. കാരണം അങ്ങനെ ഒരു എലിഫൻറ്റ് നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് എക്സ്പെൻസീവാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഉപയോഗമില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. എ വൈറ്റ് എലിഫൻറ്റ് എക്സ്പെൻസീവ് ബട്ട് നോ യൂസ് എന്നുള്ള സിറ്റുവേഷനെ ഉപയോഗിക്കാം. ഇനി അടുത്ത ഇഡിയമാണ് ഇൻ എ പിക്കിൾ എന്നുള്ളത്. അപ്പോൾ ഇൻ എ പിക്കിൾ എന്നുള്ള ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഇൻ എ പിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ എ പിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എരിയുള്ള പിക്കിൾ കഴിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താവും? നമ്മുടെ സിറ്റുവേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാവും, നമുക്ക് എരി ഉണ്ടാകും, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇൻ എ പിക്കിൾ എന്ന് പറയുമ്പോൾ എരിയുള്ളൊരു പിക്കിൾ കഴിക്കുമ്പോൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇനി അടുത്തൊരു ഇഡിയം നോക്കിയേ. അടുത്തത് മിൽക്ക് ആൻഡ് ഹണി എന്നതാണ് അടുത്ത ഇഡിയം. മിൽക്ക് ആൻഡ് ഹണി. അപ്പോൾ മിൽക്ക് ആൻഡ് ഹണി എന്ന് വെച്ചാൽ എന്താണ്? പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ അബണ്ടൻറ്റ് അല്ലെങ്കിൽ ലാവിഷ് അല്ലെങ്കിൽ പ്ലെൻറ്റി, അതായത് ഒരുപാടുള്ള സമൃദ്ധമായിട്ടുള്ളൊരു കാലത്തെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒത്തിരി ഉള്ളൊരു വസ്തുവിനെ സൂചിപ്പിക്കാനൊക്കെ മിൽക്ക് ആൻഡ് ഹണി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ലാവിഷായിട്ട് പ്രിഷ്യസ് ആയിട്ട് അതായത് സമൃദ്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അത്രയും സമൃദ്ധിയുള്ള ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ മിൽക്ക് ആൻഡ് ഹണി എന്നത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മിൽക്ക് ആൻഡ് വാട്ടർ. അതെന്ന് പറയുന്നത് വീക്ക് ആൻഡ് ഫീബിൾ ആണെങ്കിൽ മിൽക്ക് ആൻഡ് ഹണി എന്ന് പറയുന്നത് പ്രോസ്പെറിറ്റിയെ, ഐശ്വര്യത്തെ അല്ലെങ്കിൽ സമൃദ്ധിയെ സൂചിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് മിൽക്ക് ആൻഡ് ലാവിഷ് എന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? മിൽക്കും ഹണിയും രണ്ടും കൂടി ചേരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ? ഭയങ്കര സമൃദ്ധിയുള്ള, അതായത് ഭയങ്കര പ്രോസ്പെരിറ്റി ഉള്ളൊരു സാധനമാണ് മിൽക്കും ഹണിയും. അത് കിട്ടാനും വളരെ പാടാണ്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഭയങ്കര അബൻഡൻ്റ് ആണ്, ഭയങ്കര ലാവിഷായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഭയങ്കര സമൃദ്ധമായിട്ടുള്ള ഒരു വസ്തുക്കളാണ് മിൽക്കും ഹണിയും. അത്രയും പ്രഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് മിൽക്ക് ആൻഡ് ഹണി എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് നോ ദ റോപ്സ് എന്നുള്ളതാണ്. നോ ദി റോപ്സ് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡീറ്റെയിൽസ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഇഡിയത്തിൻ്റെ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ടു അണ്ടർസ്റ്റാൻഡ് ദി ഡീറ്റെയിൽസ്, ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നോ ദി റോപ്സ് എന്ന് പറയുന്നത്. അതായത് റോപ്പിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ റോപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നാലോചിച്ച് വെച്ചിരിക്കുക. അതാണ് നോ ദി റോപ്സ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദി ഡീറ്റെയിൽസ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയം നോക്കി, ഫ്രം ദി ഹോഴ്സസ് മൗത്ത് എന്നുള്ളതാണ്. അതായത് ഫ്രം എ റിലയബിൾ സോഴ്സ് എന്നുള്ളതാണ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത് എന്നുള്ളത്. ഫ്രം എ റിലയബിൾ സോഴ്സ്, അതായത് നമ്മളൊരു റിലയബിൾ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ അറിയുന്നതാണ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം എ റിലയബിൾ സോഴ്സ് എന്നുള്ളതാണ്. അടുത്ത ഇഡിയം നോക്കി, എ ബ്ലാക്ക് ഓക്സ് എന്നുള്ളതാണ്. ബ്ലാക്ക് ഓക്സ് എന്നുള്ളത് അതായത് അൺലക്കി, ബാഡ് ലക്ക്, മിസ്ഫോർച്യൂൺ, ഒരു നാണക്കേട് വരുന്നൊരു സിറ്റുവേഷൻസ്, അതായത് ഒരു വിഷമകരമായിട്ടുള്ളൊരവസ്ഥ, ഒരു ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഈ ബ്ലാക്ക് ഓക്സ് എന്നുള്ള ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്ലാക്ക് ഓക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിൽ ധരിക്കുന്ന കളർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അതായത് അൺലക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ ബ്ലാക്ക് ഉപയോഗിക്കുന്നു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തൊരു ഇഡിയമാണ് ഫെദർ ബ്രെയിൻഡ് എന്ന് പറയുന്നത്. അതായത് ഫെദർ ബ്രെയിൻഡ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ആ സില്ലി തിങ്സ്, അതായത് നിസ്സാരമായിട്ട് കാര്യങ്ങളെ എടുക്കുന്നതിനെയാണ് ഫെദർ ബ്രെയിൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെദർ ബ്രെയിൻഡ് എന്ന് പറയുമ്പോൾ ഫെദർ എന്ന് പറയുമ്പോൾ എന്താണ്? തൂവലുകൾ പോലെ ഉള്ളത്. അപ്പം അത്രയും തൂവലുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സില്ലിയാണ്. അപ്പോൾ ബ്രെയിൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ സില്ലി തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങളെ എടുക്കുന്നതിനെ അങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫെദർ ബ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ സില്ലി തിങ്സ്, കാര്യങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിച്ചെടുക്കുന്നതിനെയാണ് ഫെദർ ബ്രെയിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ഇഡിയമാണ് 130ാമത്തെ ഇഡിയമാണ്. ഇതോടുകൂടി നമ്മുടെ ഇഡിയത്തിൻ്റെ ക്ലാസ് എന്ത് ചെയ്തു, അവസാനിച്ചു. ബൈറ്റ് ദി ബുള്ളറ്റ് എന്നതാണ് ഇഡിയം. അതായത് ഫേസ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ് ബൈറ്റ് ദി ബുള്ളറ്റ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേസ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ, അതായത് അത്രയും നല്ലതല്ലാത്ത ഒരു സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ബൈറ്റ് ദി ബുള്ളറ്റ് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇഡിയത്തിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഒരു 5 ക്ലാസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും കൂടെ ആകുമ്പോൾ 5 ക്ലാസ് ആവും. അപ്പോൾ 5 ക്ലാസ്സിലായിട്ട് നമ്മൾ 130ഓളം ഇഡിയംസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് പറഞ്ഞത്. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട 130 ഇഡിയംസുകളാണ്.